ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉന്നതതല രാഷ്ട്രീയ ബന്ധങ്ങൾ ഓരോന്നായി പുറത്തുവരുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റാണ് വീശുന്നത്. ഭരണപ്രതിപക്ഷ ഭേദമന്യേ പ്രമുഖ നേതാക്കളുമായുള്ള പോറ്റിയുടെ സൗഹൃദം തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ BJPയിലേക്കും നീളുകയാണ്. കർണാടകയിലെ മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന സദാനന്ദ ഗൌഡ, മുൻ ഉപമുഖ്യമന്ത്രി അശ്വന്ത് നാരായൺ എന്നിവർക്കൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ കേസിന് പുതിയൊരു മാനം കൈവന്നിരിക്കുകയാണ്. ബംഗളൂരു ജാഹലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണ്ണവാതിൽ സമർപ്പണ ചടങ്ങിലായിരുന്നു BJPയിലെ പ്രമുഖ നേതാക്കൾ പോറ്റിക്കൊപ്പം പങ്കെടുത്തത്. 2020 ജനുവരിയിൽ നടന്ന ഈ ചടങ്ങിൽ സദാനന്ദ ഗൌഡ കേന്ദ്രമന്ത്രി പദവിയിൽ ഇരിക്കുമ്പോഴാണ് എത്തിയതെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മണിക്കൂറുകളോളം നേതാക്കൾ പോറ്റിക്കൊപ്പം വേദി പങ്കിട്ടതിന്റെ ചിത്രങ്ങൾ കേസിൽ BJPയുടെ പ്രതിരോധത്തെ ദുർബലമാക്കുന്നതാണ്. നേരത്തെ CPIM നേതാവും മുൻ ദേവസ്വം മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള അടുത്ത ബന്ധം ചർച്ചയായിരുന്നു. മന്ത്രിയായിരുന്ന കാലയളവിൽ കടകംപള്ളി സുരേന്ദ്രൻ പോറ്റിയുടെ വീട്ടിൽ പലതവണ സന്ദർശനം നടത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആദ്യ സന്ദർശന വേളയിൽ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും ഒപ്പമുണ്ടായിരുന്നു. പോറ്റിയുടെ ബന്ധുവിന് ഉപഹാരം നൽകുന്ന മന്ത്രിയുടെ ചിത്രങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ വലിയ ആയുധമാക്കി മാറ്റിയിട്ടുണ്ട്. UDF കൺവീനറും ആറ്റിങ്ങൽ MPയുമായ അടൂർ പ്രകാശും പോറ്റിയുടെ സൗഹൃദ വലയത്തിൽ ഉണ്ടായിരുന്നു എന്നതിന് കൃത്യമായ തെളിവുകളുണ്ട്. 2017 ശബരിമലയിൽ പോറ്റി സ്പോൺസർ ചെയ്ത സദ്യ ഉദ്ഘാടനം ചെയ്യാൻ അടൂർ പ്രകാശിനെയാണ് എത്തിച്ചിരുന്നത്. പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ താൻ പോയിട്ടുണ്ടെന്ന അടൂർ പ്രകാശിന്റെ വെളിപ്പെടുത്തൽ ഇരുവരും തമ്മിലുള്ള കുടുംബപരമായ അടുപ്പമാണ് സൂചിപ്പിക്കുന്നത്. ഇതിനെല്ലാം പുറമെ കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധിയുടെ കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചരട് കെട്ടിക്കൊടുക്കുന്ന ചിത്രം കേരള നിയമസഭയിൽ വലിയ വാക്പോരിന് കാരണമായിരുന്നു. അതിതീവ്ര സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇത്രയും അധികം സ്വാധീനമുള്ള ഒരാൾ എങ്ങനെ എത്തിയെന്ന ചോദ്യമാണ് ഭരണപക്ഷം ഉയർത്തിയത്. ഈ ചിത്രത്തിൽ അടൂർ പ്രകാശും ആന്റോ ആന്റണി MPയും ഒപ്പമുണ്ടായിരുന്നു എന്നത് വിവാദത്തിന്റെ ആഴം കൂട്ടി. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ, ശ്രീകോവിൽ കട്ടിളകൾ എന്നിവിടങ്ങളിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതിയായ ഒരാൾക്ക് ഇത്രയും വലിയ രാഷ്ട്രീയ സ്വാധീനം ലഭിച്ചത് എങ്ങനെയെന്നത് ദുരൂഹമാണ്. അന്വേഷണ സംഘം കൃത്യസമയത്ത് കുറ്റപത്രം നൽകാത്തതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്തിടെ ജാമ്യം ലഭിച്ചിരുന്നു. ഇത് കേസ് ഒത്തുതീർക്കാനുള്ള രാഷ്ട്രീയ ഒത്തുകളിയാണെന്ന ആരോപണം ശക്തമാണ്. പോലീസ് അന്വേഷണം രാഷ്ട്രീയ സമ്മർദ്ദത്താൽ മന്ദഗതിയിലാണെന്ന ആക്ഷേപം നിലനിൽക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ ഇടപെട്ടിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1.3 കോടി രൂപയുടെ സ്വത്തുക്കൾ ഇതിനോടകം മരവിപ്പിച്ചിട്ടുണ്ട്. പോറ്റി ഉടൻ തന്നെ ED ചോദ്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ ചോദ്യം ചെയ്യലിൽ കേരളത്തിലെയും കർണാടകയിലെയും പ്രമുഖ നേതാക്കളുടെ പങ്കിനെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നവർ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുണ്ട്. ഭക്തരുടെ വികാരപരമായ ശബരിമലയിലെ സ്വർണത്തിൽ കൈവച്ച പ്രതിക്ക് സംരക്ഷണം ഒരുക്കുന്നത് ആരെന്ന് കേരളം ഉറ്റുനോക്കുകയാണ്. പുറത്തുവന്ന ചിത്രങ്ങൾ വെറും സൗഹൃദമാണോ അതോ സ്വർണ്ണക്കടത്തിനും കൊള്ളയ്ക്കും പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചനയാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും.